മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാജ്ഞാനിയായ ഭീഷ്മന്റെ മുഖത്തു നിന്ന് ഇത്രയും കേട്ട യുധിഷ്ഠിര മഹാരാജാവ് പിന്നീട് മരണത്തെക്കുറിച്ച് ചോദിച്ചു. ആരോഗ്യ ദൃഢഗാത്രന്മാരും മഹാപ്രഭാവശാലികളായിട്ടുള്ളവർ കൂടി മരിക്കുന്നു. അടുത്തു കഴിഞ്ഞ ഭാരത യുദ്ധത്തിൽ തന്നെ പ്രബലന്മാരായ എത്രയോ യോദ്ധാക്കന്മാർ മരിച്ചു. ആയുധമില്ലാഞ്ഞിട്ടോ ആയുധപ്രയോഗത്തിന് സാമർഥ്യമില്ലാഞ്ഞിട്ടോ ശത്രുക്കളോട് എതിർക്കാൻ കരുത്തില്ലാഞ്ഞിട്ടോ അല്ല അവരൊക്കെ മരിച്ചത്. ആരാണ് വാസ്തവത്തിൽ അവരെ കൊന്നത്? അവരുടെ പ്രജ്ഞയാണല്ലോ മൃതയായത്. അതെങ്ങനെ സംഭവിച്ചു? ആര് സംഭവിപ്പിച്ചു എന്നാണ് യുധിഷ്ഠിരന്റെ ചോദ്യത്തിന്റെ ചുരുക്കം. അതിന് മറുപടി പറയാൻ തുടങ്ങി ഭീഷ്മ പിതാമഹൻ. യുധിഷ്ഠിര, ശ്രദ്ധിച്ചു കേൾക്കൂ. പണ്ട് കൃതയുഗത്തിൽ അകമ്പൻ എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. ഹരി എന്നു പേരായി അദ്ദേഹത്തിനൊരു പുത്രനും ഉണ്ടായിരുന്നു. അച്ഛനും മകനും ഒരുപോലെ ശക്തരും വീര്യശാലികളുമായിരുന്നു. ധർമ്മനിഷ്ഠയോടുകൂടി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരിക്കൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടി യുദ്ധം ചെയ്യേണ്ടി വന്നു. ഏറ്റവും ഭയങ്കരമായി തീർന്ന ആ യുദ്ധത്തിൽ ശത്രുക്കൾ അകമ്പ രാജാവിന്റെ സൈന്യങ്ങളെയും ആയുധങ്ങളെയും മുഴുവൻ നശിപ്പിച്ചു. എങ്കിലും പിന്മാറാതെ ശക്തിയായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശത്രു സൈന്യങ്ങൾ ഹരി എന്ന രാജകുമാരനെ കൊല്ലുകയും അകമ്പ രാജാവിനെ പിടിച്ചുകെട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. പുത്രദുഃഖത്തോടുകൂടി ശത്രുപാളയത്തിൽ തടവുകാരനായി കഴിയേണ്ടി വന്ന അകമ്പ രാജാവ് വളരെ വിഷണ്ണനും ആർത്തനുമായി തീർന്നു. ഭാഗ്യം കൊണ്ട് ആ സമയത്ത് ബ്രഹ്മപുത്രനായ നാരദ മഹർഷിയെ കാണാനിടയായി. അദ്ദേഹത്തോട് തന്റെ പരാധീനതകളെല്ലാം പറഞ്ഞ് വിലപിച്ചു രാജാവ്. ശ്രീ നാരദ മഹർഷിയുടെ മനസ്സലിഞ്ഞു. അദ്ദേഹം രാജാവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചിലത് പറയാൻ തുടങ്ങി. മഹാരാജാവെ, ശ്രദ്ധിച്ചു കേൾക്കൂ. പണ്ട് സൃഷ്ടിയുടെ ആരംഭകാലത്ത് മരണമെന്ന ഒന്നുണ്ടായിരുന്നില്ല. എത്ര കാലം കഴിഞ്ഞാലും മരിക്കാതെ ജീവികളൊക്കെ ജീവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് ഭൂമിയിൽ സ്ഥലമില്ലെന്ന നിലയായി. ജീവികൾ ദിവസം പ്രതി വർദ്ധിക്കലല്ലാതെ ക്ഷയിക്കലില്ലെന്ന് വന്നാൽ കുറെ കഴിയുമ്പോൾ ഭൂമി മുഴുവൻ നിറയുമല്ലോ. ഭാരം താങ്ങാൻ കഴിയാതെ ഭൂമിദേവി സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന്റെ അടുക്കൽ ദിവസേന ആവലാതിയായി. എങ്ങനെയാണ് പ്രജകളെ സംഹരിച്ച് ഭൂമിയുടെ ഭാരം തീർക്കേണ്ടതെന്ന ചിന്ത അനുനിമിഷം ബ്രഹ്മദേവനെ അലട്ടാൻ തുടങ്ങി. പല വഴികളും ചിന്തിച്ചിട്ടും സഫലമാകാതെ ഒടുവിൽ ബ്രഹ്മദേവൻ ക്രുദ്ധനായി തീർന്നു. സർവ്വ ഇന്ദ്രിയങ്ങളിൽ കൂടെയും അദ്ദേഹത്തിന്റെ ക്രോധമാകുന്ന അഗ്നി ആളിക്കത്തി ജ്വലിക്കാൻ തുടങ്ങി. ക്രമേണ ആ അഗ്നി ലോകം മുഴുവൻ വ്യാപിച്ച് ജീവികളെ ദഹിപ്പിച്ച് വെണ്ണീറാക്കാൻ തുടങ്ങി. ഭൂമി ജീവിശൂന്യമായി തീരുമോ എന്ന് പോലും സംശയമായി. ഈ സമയത്ത് കൈലാസപതിയായ ശ്രീ പരമേശ്വരൻ അകാലത്തിൽ ബ്രഹ്മദേവൻ ലോകത്തെ സംഹരിക്കുന്നതെന്താണെന്ന് സംശയിച്ച് പരിഭ്രാന്തനായി സത്യലോകത്തേക്ക് ഓടി വന്നു. ബ്രഹ്മദേവനെ സ്തുതിച്ച് സംഹാരത്തെ നിർത്താൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ബ്രഹ്മദേവൻ ജീവികൾക്ക് മരണമില്ലാത്തതുകൊണ്ട് വന്നു ചേർന്ന കുഴപ്പങ്ങളൊക്കെ പറഞ്ഞു. അതാണ് താൻ സംഹരിക്കാൻ ഒരുങ്ങിയതെന്നും പറഞ്ഞു. എങ്കിലും തൽക്കാലം ശ്രീപരമേശ്വരന്റെ അപേക്ഷപ്രകാരം സംഹാരത്തെ നിർത്തി. അധികം താമസിക്കാതെ തന്നെ ബ്രഹ്മദേവന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ഒരു സ്ത്രീ സംജാതയായി. അവൾക്ക് മൃത്യുവെന്ന് പേരിടുകയും അവളോട് ജീവിവർഗത്തെ സംഹരിക്കാനായി പറയുകയും ചെയ്തു. ജീവികൾക്ക് അനിഷ്ടവും നിന്ദ്യവുമായ ആ പ്രവൃത്തി അവൾ ഇഷ്ടപ്പെട്ടില്ല. ബ്രഹ്മദേവന്റെ ആജ്ഞയെ നിഷേധിക്കാനും വയ്യല്ലോ. അതിനാൽ ദുഃഖിതയായ അവൾ നിലവിളിക്കാൻ തുടങ്ങി. രോദനം ചെയ്യുന്ന മൃത്യുദേവിയുടെ കണ്ണീരിനെ ബ്രഹ്മദേവൻ തന്റെ കയ്യിൽ വാങ്ങി സൂക്ഷിച്ചു. പിന്നീട് വളരെ കാലം മൃത്യുദേവി തപസ് ചെയ്തു. അവസാനം ബ്രഹ്മദേവന്റെ ആജ്ഞയെ നിർവഹിക്കാൻ തയ്യാറായി. അപ്പോൾ അദ്ദേഹം ആദ്യം സൂക്ഷിച്ചു വച്ചിരുന്ന മൃത്യുബാഷ്പത്തെ ലോകത്തിലേക്ക് തളിച്ചു. അതാണ് പലതരത്തിലുള്ള രോഗങ്ങളായി പരിണമിച്ചത്. രാഗദ്വേഷങ്ങളെ ജീവികളുടെ മനസ്സിലും വ്യാപിപ്പിച്ചു. അപ്പോൾ രാഗദ്വേഷങ്ങളാകുന്ന രോഗം മനസ്സാകുന്ന സൂക്ഷ്മ ശരീരത്തെയും ജ്വരാദി രോഗങ്ങൾ സ്ഥൂല ശരീരത്തെയും പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളവരെ മൃത്യുദേവി സംഹരിക്കാനും തുടങ്ങി. ഇങ്ങനെയാണ് മൃത്യുവിന്റെ പ്രവർത്തനം ആദ്യമായി ഉണ്ടാവാനും നിലനിൽക്കാനും ഇടയായത്. ഒരു പ്രകാരത്തിൽ പറഞ്ഞാൽ മൃത്യു തനിക്കും ലോകത്തിനും ആവശ്യവും ഹിതകരവുമാണ്. രാഗദ്വേഷങ്ങളാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്.
അതിനാൽ ഹേ അകമ്പ രാജാവേ, അങ്ങയുടെ പുത്രന്റെ മരണം ഒരു ദുഃഖാനുഭവമല്ല എന്ന് പറഞ്ഞ് നാരദ മഹർഷി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ഈ ഇതിഹാസത്തിൽ നിന്ന് രാഗദ്വേഷങ്ങളാണ് മൃത്യുവിന് ഹേതുവെന്ന് വെളിവാകുന്നുണ്ടല്ലോ. അങ്ങ് ചോദിച്ചതായ രാജാക്കന്മാരുടെയും യോദ്ധാക്കളുടെയും മരണത്തിനും അവരുടെ രാഗദ്വേഷങ്ങളാണ് കാരണം. ധർമ്മത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പിന്നീട് യുധിഷ്ഠിരൻ ചോദിച്ചത്. ധർമ്മം എത്ര പ്രകാരത്തിലുണ്ട്? എന്തിനു വേണ്ടിയാണ് ധർമ്മം ആചരിക്കപ്പെടുന്നത്? ഇഹത്തിലോ പരത്തിലോ എവിടെയാണ് ധർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നത് എന്നൊക്കെയാണ് യുധിഷ്ഠിരന്റെ ചോദ്യം. ഭീഷ്മൻ മറുപടി പറയാൻ തുടങ്ങി. സദാചാരം, സ്മൃതി, വേദം എന്നീ മൂന്നാണ് ധർമ്മപ്രമാണങ്ങൾ. സദാചാരങ്ങളും സ്മാർത്ഥങ്ങളും വൈദികങ്ങളുമായ ധർമ്മങ്ങളെയെല്ലാം അവശ്യം ആചരിക്കേണ്ടതാണ്. ജീവിതയാത്ര സുഗമവും സംതൃപ്തവുമാക്കി തീർക്കാനാണ് ധർമാചരണം. ഇഹത്തിലും പരത്തിലും ഒരുപോലെ ധർമ്മത്തിന്റെ ഫലം അനുഭവിക്കും. ധർമ്മ ആചരണത്തിൽ നിഷ്ഠയുള്ളവർ എപ്പോഴും സുഖികളും നിർഭയന്മാരുമായിരിക്കും. അധാർമികന്മാരായ പാപികൾ മിക്കപ്പോഴും ഭയാക്രാന്തന്മാരും ദുഃഖികളുമായിട്ടിരിക്കുകയും ചെയ്യും. വന്യമൃഗങ്ങൾ ഗ്രാമത്തിൽ വന്നാലെന്ന പോലെ പാപികൾ മിക്കപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കും. ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്ത ധാർമ്മികന് എപ്പോഴും എവിടെയും ഭയത്തിന് അവകാശമുണ്ടാകുന്നില്ല. ഒരു പ്രകാരത്തിലും ഒരു ജീവിക്കും അപകാരം ചെയ്യാതെയും തനിക്കുള്ള വിഭവങ്ങളെ മറ്റുള്ളവർക്കും കൂടി പങ്കുവച്ചു കൊടുക്കുകയും ദേവന്മാരെ ആരാധിച്ചും ഈശ്വരനെ വിശ്വസിച്ചും ജീവിക്കലാണ് ധർമ്മത്തിന്റെ കാതലായ വശം. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും എവിടെയും ഭയത്തിനോ ദുഃഖത്തിനോ നിരാശയ്ക്കോ കാരണമുണ്ടാകുന്നില്ല. സ്വയം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഏതൊരു ജീവിയെയും ഹിംസിക്കുന്നത് തികച്ചും മൂഢതയാണ്. അതുപോലെ തനിക്ക് സുഖവും നിർഭയതയും വേണമെന്നുള്ള ഒരാൾ ഒരിക്കലും ഒരു ജീവിക്ക് ദുഃഖത്തെയോ ഭയത്തെയോ ഉണ്ടാക്കി തീർക്കാനും പാടില്ലാത്തതാണ്. താൻ എന്താഗ്രഹിക്കുന്നുവോ അതാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. എന്താണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതാണ് തനിക്കും കിട്ടാൻ പോകുന്നത്. ഈ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ സദാചാരവും ധർമ്മവും ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്തവയാണെന്ന് ബോധ്യമാവുകയും ചെയ്യും. ധർമ്മത്തിന്റെ ഈ രഹസ്യത്തെ അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും സുഖിക്കാനും കഴിയും. എന്നിങ്ങനെ ഭീഷ്മന്റെ മുഖത്തു നിന്ന് ധർമ്മത്തിന്റെ രഹസ്യത്തെ ശ്രവിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ആ വിഷയത്തിലുള്ള സംശയം തീർന്നില്ല. നിഗൂഢമായ ധർമ്മസ്വരൂപം എന്താണ് എന്ന് അദ്ദേഹം പിന്നെയും സംശയിച്ചപ്പോൾ ഭീഷ്മപിതാമഹൻ അതിനെ ഉദാഹരിക്കുന്ന ഒരു ഇതിഹാസത്തെ പറഞ്ഞുകൊടുക്കാനും തുടങ്ങി. പണ്ട് ജാജലി എന്നു പേരായി ഒരു ബ്രാഹ്മണൻ കാട്ടിൽ പലയിടത്തും ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് കഴിഞ്ഞു വന്നിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തപസ്സിൽ ശ്രദ്ധയുണ്ടായി. അതിന്റെ ഫലമായി സമുദ്രക്കരയിൽ വന്ന് അവിടെ വിജനമായ ഒരു കാട്ടിൽ തപസ്സാരംഭിച്ചു. അതികഠിനമായി തീർന്നു അദ്ദേഹത്തിന്റെ തപസ്. ശരീരധർമ്മങ്ങളെയും പ്രകൃതിധർമ്മങ്ങളെയും മുഴുവൻ സഹിച്ചുകൊണ്ടും ബലമായ പ്രാണായാമ സംയമനം കൊണ്ട് ശരീരത്തെ ചലിപ്പിക്കാതെയും അത്യന്ത നിഷ്ഠയോടുകൂടി തപസ്സാചരിക്കാൻ തുടങ്ങി. ശീതോഷ്ണങ്ങളുടെയോ വിശപ്പിന്റെയോ ദാഹത്തിന്റെയോ ബാധ പോലും അദ്ദേഹത്തിന് ഏൽക്കാതെയായി. അങ്ങനെ കുറെ കാലം കഠിനമായ തപോനിഷ്ഠയിൽ മുഴുകിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കരണങ്ങളുടെ മാലിന്യങ്ങളെല്ലാം നീങ്ങി. ത്യാഗം, വൈരാഗ്യം, തത്വനിഷ്ഠ, ജീവകാരുണ്യം, ജീവികളിൽ സൗമ്യഭാവം, സർവത്ര മൈത്രി തുടങ്ങിയ സൽസ്വഭാവങ്ങൾ അദ്ദേഹത്തിൽ പ്രകാശിക്കാൻ തുടങ്ങി. അപ്പോൾ ജീവികൾക്കൊന്നും അദ്ദേഹത്തെ ഭയമില്ലാതായി. എല്ലാ ജീവികളും അദ്ദേഹത്തെ സ്നേഹിക്കാനും മൈത്രീഭാവത്തോടുകൂടി അടുത്തു വരാനും തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു പക്ഷി അദ്ദേഹത്തിന്റെ ശിരസിൽ കൂടുകൂട്ടുക പോലും ചെയ്തു. ആ പക്ഷി ദമ്പതികൾക്ക് ഉപദ്രവമുണ്ടാവരുതെന്ന് കരുതി അദ്ദേഹം പക്ഷി മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വളർന്ന് ചിറകുമുളച്ച് പറന്നു പോകുന്നതുവരെ അനങ്ങാതെ നിന്നു. അങ്ങനെയൊക്കെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പല സിദ്ധികളും വന്നു ചേർന്നു. അതിന്റെ ഫലമായി എവിടെയും മനോവേഗത്തിൽ സഞ്ചരിക്കാമെന്നായി. സന്തുഷ്ടനായ ജാജലി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. സമുദ്രത്തിലും ആകാശത്തിലും ചുറ്റി സഞ്ചരിച്ചു. ഇത്രയും കാര്യങ്ങൾ സാധിച്ചപ്പോൾ തനിക്ക് ധർമ്മത്തെ പ്രാപിക്കാൻ കഴിഞ്ഞുവെന്നും തന്നിൽ ധർമ്മം വിളങ്ങാൻ തുടങ്ങിയെന്നും താൻ സിദ്ധനായെന്നും ബോധ്യമായി. ആ സന്തോഷവാർത്തയെ അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു. അത് കേട്ട ആകാശചാരികൾ ജാജലിയോട് പറഞ്ഞു, അങ്ങ് ധർമ്മത്തെ അറിഞ്ഞുവെന്നും അങ്ങയിൽ ധർമ്മം പ്രകാശിച്ചുവെന്നും പറയുന്നത് ശരിയല്ല. ഇന്ന് ലോകത്തിലുള്ള ധർമ്മനിഷ്ഠന്മാരിൽ ഏറ്റവും പ്രമാണികനായിരിക്കുന്നത് കാശിയിലെ ഒരു കച്ചവടക്കാരനാണ്. അയാൾക്ക് പോലും തന്നിൽ ധർമ്മം പ്രകാശിച്ചുവെന്ന് പറയാൻ അർഹതയില്ല. ആ സ്ഥിതിക്ക് അങ്ങയ്ക്ക് എങ്ങനെ പറയാൻ കഴിയും?
എന്നിങ്ങനെ ആകാശചാരികളുടെ വാക്കുകേട്ട ജാജലി എന്നാൽ കാശിയിലെ കച്ചവടക്കാരനെ ഒന്ന് കാണാമെന്ന് തീർച്ചപ്പെടുത്തി അവിടേക്ക് പുറപ്പെട്ടു. കാശി പട്ടണത്തിൽ എത്രയോ കച്ചവടക്കാരുണ്ടാകും, അതിലാരെയാണ് ആകാശചാരികൾ പറഞ്ഞതെന്ന് ജാജലി സംശയിക്കാതിരുന്നില്ല. അപ്പോൾ അവർ തന്നെ അദ്ദേഹത്തെ വേർതിരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ കാശിയിലെത്തിച്ചേർന്നു ജാജലി ബ്രാഹ്മണൻ. അന്വേഷിച്ച് തിരഞ്ഞുപിടിച്ച് ഉദ്ദേശിക്കപ്പെട്ട കച്ചവടക്കാരന്റെ അടുത്തെത്തുകയും ചെയ്തു. ബ്രാഹ്മണൻ പുരോഭാഗത്തെത്തിയപ്പോഴേക്ക് കച്ചവടക്കാരൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി നിന്നിരുന്നു. അർഘ്യപാദാദികളെ കൊടുത്ത് കുശലപ്രശ്നം ചെയ്ത് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഠം കൊടുത്ത് ഉപവിഷ്ടനാക്കി. അനന്തരം അദ്ദേഹത്തിന്റെ ചരിത്രവും ഇപ്പോൾ ഇവിടെ വരാനുണ്ടായ കാരണവുമെല്ലാം കച്ചവടക്കാരൻ വിസ്തരിച്ചു പറഞ്ഞു. ജാജലി അത്ഭുത പരവശനായി. തന്നേക്കാൾ എത്രയോ അധികം സിദ്ധനാണ് കച്ചവടക്കാരൻ എന്ന് ബോധ്യമാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സിദ്ധി വൈഭവത്തെക്കുറിച്ചും ധർമ്മത്തിന്റെ രഹസ്യത്തെക്കുറിച്ചും തനിക്ക് പറഞ്ഞു തരണമെന്ന് ബ്രാഹ്മണൻ അപേക്ഷിച്ചു. അതിനെ മുൻനിർത്തി കച്ചവടക്കാരൻ പലതും ജാജലിക്ക് പറഞ്ഞുകൊടുത്തു. കേവലം നിരുപദ്രവിയും നിസ്വാർത്ഥിയും സർവജീവികളിലും സാമ്യഭാവമുള്ളവനും ഒരിക്കലും കപടം കാണിക്കാതെ സത്യവാനായി തന്നെ എപ്പോഴും ജീവിക്കലുമാണ് ധർമ്മത്തിന്റെ രഹസ്യമെന്ന് പറഞ്ഞുകൊടുത്തു. ജാജലി ബ്രാഹ്മണൻ ചാരിതാർത്ഥനായി മടങ്ങുകയും ചെയ്തു. ഈ ഇതിഹാസത്തിൽ നിന്നും ഹേ യുധിഷ്ഠിര, ധർമ്മത്തിന്റെ തത്വവും രഹസ്യവും ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.